KPC നേതൃയോഗം നടക്കുന്ന ദിവസം തന്നെ നിയമസഭയിലെത്താനുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുള്ള തീരുമാനം നേതൃത്വത്തോടുള്ള വെല്ലുവിളിയെന്ന് സൂചന. ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നതിനാൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അവഗണിച്ചാണ് രാഹുൽ എത്തിയത്. MLA സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ആരോപണ വിധേയനായ രാഹുൽ സഭയിൽ പങ്കെടുത്ത് സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. എന്നാൽ രാഹുലിനെ അനുകൂലിക്കുന്ന ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ഇതിനോട് യോജിച്ചിരുന്നില്ല. അടുപ്പമുള്ള നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് സഭയിലെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുകയായിരുന്നു. KPCC ഭാരവാഹി യോഗം നടക്കുന്ന ദിവസം തന്നെയാണ് രാഹുൽ സഭാപ്രവേശനത്തിന് തിരഞ്ഞെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. ആരോപണം വന്നപ്പോൾ തന്നെ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടെടുത്ത VD സതീശനുള്ള ശക്തമായ മറുപടിയായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ കാണുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും രാഹുൽ സഭയിലെത്തുന്നതിനോട് എതിർപ്പില്ലായിരുന്നു. MLAയോട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ ആവില്ലെന്നായിരുന്നു ന്യായീകരണം. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നിയമസംവിധാനത്തിന് മുന്നിൽ പരാതികളില്ല എന്നതാണ് രാഹുലിന്റെയും പിന്തുണയ്ക്കുന്ന നേതാക്കളുടെയും പിടിവള്ളി. പരാതിയില്ല എന്ന സാങ്കേതികത്വം കൊണ്ട് ഇവർ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയാണെന്നാണ് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടി തീരുമാനത്തെ ധിക്കരിച്ചിട്ടില്ലെന്നാണ് രാഹുലിന്റെ പ്രതികരണം. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ജില്ലാ പ്രസിഡന്റ് അനുഗമിച്ചു. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടയുന്നുണ്ട്. ഇപ്പോൾ രാഹുലിനെ SFIക്കാർ തടഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.